ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അഫ്ഗാനി റൈസിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. അപ്പോൾ ഞാൻ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഗീ ആണ്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ വലിയ ഉള്ളി ഇല്ലേ, അത് ഞാൻ ഒരെണ്ണം ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ ഉള്ളി നന്നായി മൂക്കൊന്നും വേണ്ട, ഒന്നങ്ങ് വാടി വന്നാൽ മതി കേട്ടോ. അതൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതൊരു ടേബിൾ സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയി അതിൻ്റെ കുത്തൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം നമ്മുടെ ബാക്കിയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കുത്ത് സ്മെല്ലൊക്കെ ഒന്ന് പോയി അതൊന്ന് വാടി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതെ എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ 10-12 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റാറില്ലേ, അത് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് 3 പീസ് പട്ടല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം അതൊന്നങ്ങ് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ. നമ്മുടെ ഏലക്കായും ഗ്രാമ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്താൽ. അപ്പോൾ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളിൽ സാഫ്രോൺ ഉള്ളവർ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. വെയിറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴാണ് സാഫ്രോൺ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയാം കേട്ടോ. അപ്പോൾ സാഫ്രോൺ ഉള്ളവർ ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇടണ്ട. എൻ്റെ കയ്യിൽ സാഫ്രോൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാഫ്രോൺ ഇട്ടാലാണ് ശരിക്കും ഈ റൈസിൻ്റെ സ്മെല്ലൊക്കെ ശരിക്കും നല്ലപോലെ വരിക. അപ്പോൾ സാഫ്രോൺ ഉള്ളവർ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതേ നമ്മുടെ ഇതിൽ ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ബീഫിൻ്റെ സ്റ്റോക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 കപ്പിന് 2 മതി കേട്ടോ. അപ്പോൾ അതൊന്ന് അതിലോട്ട് മിക്സായി വരണം. അതൊന്ന് ഇതിലോട്ട് അലിഞ്ഞ് മിക്സായി വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ റൈസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഞാനിതേ റൈസ് എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെയിം ഒന്നങ്ങ് കൂട്ടി വെക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാ മസാലകളും റൈസ് എത്തുന്നവരെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് റൈസ് നമ്മൾ ഫ്ലെയിം നന്നായി കൂട്ടിയിട്ട് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതെ ഞാൻ അതിൻ്റെ മസാല ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കും, നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 3 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് 3 മിനിറ്റ് ഒന്നാണ്ട് റൈസ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 3 കപ്പിന് 6 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ തിളച്ച വെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള പോലെ 6 കപ്പ് വെള്ളം തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഉപ്പിന് ആവശ്യമുണ്ടോയെന്ന് നോക്കിയിട്ട്, കാരണം സ്റ്റോക്കിൽ ഉപ്പുള്ള കാരണം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണം നമ്മളിൽ സാഫ്രോൺ ഉള്ളവർ 1/2 ഗ്ലാസ് മിൽക്കിൽ സാഫ്രോൺ ഒന്ന് ആദ്യം തന്നെ കുതിർത്താൻ വെക്കണം. നമ്മളിതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുതിർത്താൻ വെക്കണം. അപ്പോൾ ഈ ടൈം ആകുമ്പോൾ ആ സാഫ്രോൺ കുതിർത്താൻ വെച്ച മിൽക്ക് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നന്നായി ബോയിലായി വന്നിട്ടുണ്ട് നമ്മളുടെ വെള്ളമൊക്കെ. ഇപ്പം നമ്മൾ ഫോയിൽ വെച്ചിട്ട് ഇപ്പം അതിലോട്ട് ഞാൻ 5-6 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ എയർ ടൈറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമിൽ ഓയിലിട്ട് വെക്കണം കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമ്മളിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ റൈസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല റൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കോംബോ ആയിട്ട് ചെയ്തത് ചില്ലി ചിക്കനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മന്തിയിൽക്കൊക്കെ ചെയ്യുന്ന ചിക്കനില്ലേ, അതൊക്കെ ഇതിലേക്ക് നല്ല മാച്ച് തന്നെ കേട്ടോ. ഞാൻ അതിലോട്ട് ചില്ലി ചിക്കനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ